സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പലയിടത്തും നല്ല മഴയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അതിതീവ്ര മഴയാണ് പലയിടങ്ങളിൽ ലഭിച്ചത്. അപ്പോൾ ഏതൊക്കെ പ്രദേശത്താണ് കൂടുതൽ മഴ ലഭിച്ചത്, എത്ര അളവിലാണ് മഴ ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഉമൈബാൻ ഇബ്രാഹിം വിശദീകരിക്കും. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തിപ്പെടുമ്പോൾ പലയിടത്തും, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ മേഖലകളിലൊക്കെ കനത്ത മഴയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച, ഈ വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ചില പ്രദേശങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കണ്ണൂർ അയ്യൻകുന്നിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് 320 മില്ലിമീറ്റർ മഴയാണ് ഈ പറഞ്ഞ കണ്ണൂർ അയ്യൻകുന്ന് ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രദേശം കോഴിക്കോട് ഉറുമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് 181 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ പെയ്തിരിക്കുന്നത്. കനത്ത മഴയാണ് ഇതുവരെയുള്ള കണക്കിൽ അവിടെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത പ്രദേശം നമുക്ക് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ തന്നെ വടകരയിൽ അവിടെ 167.5 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴും കോഴിക്കോട് പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അടുത്ത പ്രദേശം നോക്കൂ, കണ്ണൂർ ആറളത്ത് ഇവിടെ 165 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. വടക്കൻ മേഖലകളിലാണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രദേശം കൂടി നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ ഇവിടെ 162.5 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. കാസർഗോട്ടും പലയിടത്തും ഇടവിട്ടിടവിട്ട് മഴ തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അടുത്ത കണ്ണൂർ ജില്ലയിലെ തന്നെ ചെമ്പേരിയിലാണ്. ഇവിടെ നോക്കൂ 153 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. കനത്ത മഴ, അതും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇടവിട്ടിടവിട്ട്, അതായത് ചെറിയ ഇടവേളകളിൽ കനത്ത മഴ തുടരുന്നു. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി മറ്റൊന്ന് വയനാട് ജില്ലയാണ്. അവിടെ കൽപ്പറ്റയിൽ 108 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കണക്കനുസരിച്ച്, കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങൾ ഇതൊക്കെയാണ്. നമുക്കറിയാവുന്നതുപോലെ ജാഗ്രത തുടരേണ്ട സാഹചര്യം അത് അനിവാര്യമാണ്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പാലിക്കുക. മഴ മുന്നറിയിപ്പ് അവഗണിക്കാതെ മുന്നോട്ട് പോകും.